ചോറ്റാനിക്കര ക്ഷേത്രവും മകം തൊഴിലുമെല്ലാം പശ്ചാത്തലമാക്കിയുള്ള സിനിമയുടെ പണിപ്പുരയിലാണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ എം മോഹനനും. മകം തൊഴിൽ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഇരുവരും പുതിയ സിനിമാ വിശേഷങ്ങളും ജനം ടിവിയുമായി പങ്കുവച്ചു. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചോറ്റാനിക്കര മകം തൊഴിലിന് നിരവധി പ്രമുഖരും എത്താറുണ്ട്. അവിടെ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശസ്ത തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയും ഒപ്പം തന്നെ പ്രശസ്ത സംവിധായകൻ മോഹനുമാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഈ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി എത്തിയതിന് പിന്നിൽ ഒരു സിനിമയുടെ കൂടി ഉത്ഭവമുണ്ട്. ചോറ്റാനിക്കരയുമായി ബന്ധപ്പെട്ട സിനിമയുടെ കൂടി ഒരു ഉത്ഭവമുണ്ട്. എങ്ങനെയാണ് അവരുടെ ഈ ചോറ്റാനിക്കര ഒരു അത്തരത്തിലൊരു കഥാതന്തുവാണല്ലോ ഇനി ഉത്ഭവിച്ചു വരുന്നത്? അതെ, അതായത് മാളികപ്പുറത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചോറ്റാനിക്കര ബേസ് ചെയ്തിട്ടൊരു പടം ചെയ്യണം. കാരണം ഞാനൊരു 15 വർഷമായിട്ട് ചോറ്റാനിക്കര താമസം. ചോറ്റാനിക്കര അമ്മയുടെ ഒരു വലിയ വിശ്വാസിയാണ് ഞാൻ. എൻ്റെ എല്ലാ സിനിമകളുടെയും തിരക്കഥ ഞാൻ പൂർത്തിയാക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണ്. മാളികപ്പുറം കംപ്ലീറ്റ് എഴുതിയത് ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരവിന്ദത്തിൽ എനിക്ക് അല്ലെങ്കിൽ കഥ പറയുമ്പോഴൊക്കെ നമുക്ക് അത്ര ഇഷ്ടമുള്ള മോഹനേട്ടനൊപ്പം ഒരു പടം ചെയ്യാൻ അവസരം വരുന്നത്. അപ്പോൾ ഞാൻ മോഹനേട്ടനോട് ഈ കഥയാണ് പറഞ്ഞത്. അപ്പോൾ മോഹനേട്ടനത് ഒരുപാട് ഇഷ്ടമായി. നമ്മളത് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടാണ് നമ്മളിപ്പം ഈ മകം അതിലൊരു വലിയ ഭാഗമാണ് ആ കഥയിൽ. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് റിയലായിട്ട് അറിയാൻ വേണ്ടിയാണ് മോഹനേട്ടനും ടീമോട് എത്തിയിട്ടുള്ളതും. പിന്നെ ഞാനായാലും നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പം മകത്തോടനുബന്ധിച്ച് നമ്മൾ ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നതാണ്. അപ്പം ലോകത്ത് എവിടെയാണെങ്കിലും ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പണ്ട് മകം മുമ്പ് വന്നിട്ടുണ്ടോ? മകം തൊഴിൽ ഇല്ല, ഞാൻ ക്ഷേത്രത്തിൽ വരാറുണ്ട്, തൊഴാറുണ്ട്. പക്ഷേ മകം തൊഴിലിന് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കാരണം അപ്പം അഭിലാഷ് പറഞ്ഞതാണ്. അപ്പം അരവിന്ദൻ്റെ അതിക്ക് ശേഷം ഈ ചോറ്റാനിക്കര അമ്മയെ പ്രധാന പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മഹാഭാഗ്യമാണ്. അപ്പം ഈ ഇവിടുത്തെ ഉത്സവങ്ങളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് മകം തൊഴിൽ. അപ്പോൾ അത് നമ്മുടെ കഥയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് ടൈലൻറ്റിൽ. അപ്പോൾ അതെന്താണെന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. അപ്പം ഇത് അഭിയും ഞാനും കൂടി അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്. അഭി മാളികപ്പുറത്തിന് ശേഷം ഒരു ഇതുപോലെ ജോണറിൽ പടം ചെയ്യുന്നു. സുമതി വളവിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മകം തൊഴാനും അതിൻ്റെ ചടങ്ങുകൾ പങ്കെടുക്കാനൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ഇവർ തന്നെ എല്ലാ വർഷവും കൊടുക്കുന്ന മകം തൊഴുത് വരുന്നവർക്ക്, കാരണം ഒരുപാട് മണിക്കൂറോളം ഇന്നലെ ഉച്ച മുതൽ ആൾക്കാരോട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലാ വർഷവും കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ചോറ്റാനിക്കര മകന്നാളിൽ ഇവരെ രണ്ടുപേരെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ പുതിയൊരു സിനിമയുടെ കൂടി പണിപ്പുരയിലാണ് ഇരുവരും എന്നത് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം ഇത്തരത്തിൽ ഭക്തർക്ക് സന്നദ്ധ സേവന കാര്യങ്ങളുമായി എല്ലാ വർഷവും അവർ അഭിലാഷ് പിള്ള അദ്ദേഹം രംഗത്തുണ്ട് എന്നതും ഏറ്റവും പ്രധാനമാണ്. ക്യാമറമാൻ ഗോകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.